ലഹരി മുക്തമാകാതെ നഗരം. മരണം വിതറുന്ന നിരോധിത ലഹരി വസ്തു വ്യാപാരം ജില്ലയിൽ വ്യാപകം. ഹാൻസ് അടക്കമുള്ള മാരക ലഹരി വസ്തുക്കളും വിപണിയിൽ സജീവം. അറിഞ്ഞിട്ടും അറിയാതെ അധികൃതർ. ACV ന്യൂസ് എക്സ്ക്ലൂസീവ്. പകൽ സമയങ്ങളിൽ കനത്ത പോലീസ് കാവലിലാണ് തൃശൂർ നഗരം. എന്നാൽ ഇരുട്ട് വരുന്ന സ്ഥിതി മറിച്ചാണ്. പോലീസ് പരിശോധനകൾക്കിടയിലും ഹാൻസ് എന്ന നിരോധിത ലഹരി വസ്തുവിൻ്റെ വ്യാപാരം നഗരത്തിലിപ്പോഴും തുടരുകയാണ്. നഗരത്തിലിപ്പോഴും നിരോധിത ലഹരി വസ്തുവായ ഹാൻസ് ലഭിക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സ്വരാജ് റൗണ്ടിലെ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലുള്ള ചായക്കടയിലേക്ക് പോയത്. രാത്രിയുടെ മറപറ്റിയാണ് ഇവിടെ ലഹരി വ്യാപാരം തകൃതിയായി നടക്കുന്നത്. പകൽ സമയങ്ങളിൽ ഇവിടെ പോലീസ് കാവലുണ്ടെങ്കിലും രാത്രിയായാൽ യാതൊരു നിരീക്ഷണവും ഈ ഭാഗത്തില്ല. ദിവസവും രാത്രി 7 മണിക്ക് ശേഷമാണ് ഈ ഉന്തുവണ്ടി ചായക്കട ഇവിടെ പ്രത്യക്ഷപ്പെടുക. ചായയും ചെറുകടികളും മാത്രമുള്ള ഇവിടെ നിരോധിത പുകയിലോൽപ്പന്നമായ ഹാൻസും വിൽക്കപ്പെടുന്നുണ്ട്. ഹാൻസ് എന്ന് പറഞ്ഞ് പണം കൊടുത്തതോടെ കടക്കാരൻ ലഹരി വസ്തു എടുത്ത് കയ്യിൽ തന്നു. നഗരത്തിലെ മറ്റു പല കടകളിലും സമാന രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ടെങ്കിലും പതിവുകാർക്ക് മാത്രമേ ഇവ കിട്ടുകയുള്ളൂ. എന്നാൽ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിന് മുന്നിലുള്ള ഈ കടയിൽ പ്രായഭേദമന്യേ ആർക്കും ലഹരി വസ്തുക്കൾ പണം കൊടുത്താൽ ലഭിക്കും. എക്സൈസിൻ്റെയും പോലീസിൻ്റെയും മൂക്കിൻ തുമ്പത്ത് നടക്കുന്ന ഈ കച്ചവടം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. വിദ്യാലയങ്ങൾക്ക് 100 മീറ്റർ പരിധിയിൽ പുകയിലോൽപ്പന്നങ്ങൾ വിൽക്കരുതെന്ന കർശന നിയന്ത്രണം നിലനിൽക്കുമ്പോഴാണ് നഗരഹൃദയത്തിലെ സ്കൂളിന് മുന്നിൽ നിരോധിത ലഹരി വസ്തുക്കളുടെ വ്യാപാരം പൊടിപൊടിക്കുന്നത്. അധികൃതരാണെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ നടപടിയെടുക്കുക എന്ന നിലപാടിലാണ്. പോലീസിന്റെ ഒത്താശയോടെയാണ് നിരോധിത പുകയിലോൽപ്പന്നങ്ങളുടെ കച്ചവടം നടക്കുന്നതെന്നും ആരോപണമുണ്ട്. മദ്യത്തെക്കാളുപരി കഞ്ചാവ്, ഹാൻസ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ലക്ഷ്യമിടുന്നത് കൂടുതൽ വിദ്യാർത്ഥികളെയാണ്. വിദ്യാലയത്തിന് മുന്നിൽ പോലും ലഹരി വസ്തുക്കൾ വിൽക്കപ്പെടുന്നത് തടയാൻ കഴിയാതെ ലഹരിക്കെതിരെ ബോധവൽക്കരണമെന്ന നാടകം നടത്തിയിട്ട് ആർക്കാണ് പ്രയോജനം? ക്യാമറമാൻമാരായ ഷെറിൻ മോഹനും ജിനോ വർഗീസിനും ബിനേഷ് ബാബുരാജിനുമൊപ്പം ചിത്രേഷ് MC, ACV ന്യൂസ്, തൃശൂർ.